ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ക്യാരറ്റും ഓട്സും വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. ഈ ഒരു മഴക്കാലത്തൊക്കെ നമുക്ക് ചൂടോടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്കുള്ള ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഓൾറെഡി വേവിച്ച് വെച്ച ക്യാരറ്റാണ്. ഇതിപ്പോൾ ഒരു 2 ക്യാരറ്റ് ഉണ്ടാവും. ക്യാരറ്റ് നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് വേണ്ടിയുള്ള പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് എല്ലാം കൂടി നല്ലോണം അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണേ. അരച്ചെടുത്ത ഒരു പേസ്റ്റ് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിവിടെ ഓട്സ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ള വെള്ളത ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു 2 പീസ് പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട നമ്മളിപ്പോൾ ഇനി മധുരമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വെട്ടി തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഓട്സ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഓട്സ് ഒരുപാട് ചേർത്ത് കൊടുക്കാൻ നിൽക്കേണ്ട, കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ നല്ലോണം തിക്കായി വരും. അപ്പോൾ നമുക്ക് പായസം തന്നെ നല്ലോണം ഒരുപാടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇതിൻ്റെ ഓട്സ് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ എത്ര ആളുണ്ടോ അതിനനുസരിച്ച് ഓട്സിൻ്റെ അളവ് കൂട്ടി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഓട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റായിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നെയ്യിലൊക്കെ വറുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ തേങ്ങ ചിരകിയത് മാത്രമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച, അതായത് ആ ഒരു അരച്ച് വെച്ച ഒരു ക്യാരറ്റിൻ്റെ പേസ്റ്റ് അതും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കണേ. പിന്നെ ഓട്സൊക്കെ നല്ലോണം കുക്കായി വന്നതിന് ശേഷം വേണം അതിലേക്ക് തേങ്ങയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ഓട്സൊക്കെ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റിൻ്റെ ആ ഒരു പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പേസ്റ്റ് ഫുള്ളായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്ന ഈ ഒരു സമയത്ത് അടിയിലൊന്നും പിടിക്കാതെ നോക്കണേ. കാരണം ആ ഒരു നമുക്ക് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക. എന്നിട്ട് വേണം ഇതിങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ലോണം ആ ഒരു ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഇതുപോലെ അങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം കട്ടിയിലാണ് ഈ ഒരു പായസം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഇനി പാല് ചേർത്ത് കൊടുക്കണം. ഞാനവിടെ ആദ്യം വെള്ളത്തിലാണ് ഓട്സ് വേവിച്ചെടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലിൽ തന്നെ ആ ഒരു ഓട്സ് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം ഒരു ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ കട്ടിക്കനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇതിനനുസരിച്ച് ഇത് ലൂസാക്കി എടുക്കുക അല്ലെങ്കിൽ കട്ടിയാക്കി എടുക്കുക എങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ലൂസാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് വീണ്ടും കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ക്യാരറ്റിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്താലും മതിയെ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ ജസ്റ്റ് വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നേരെ ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ചൂടോടെ തന്നെ ഇങ്ങനെ കഴിക്കണം. നല്ല മഴയുള്ള സമയത്തൊക്കെ ഇതുപോലെ ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസിയുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്